മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രത്യേകതകളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അസറ്റ്, പിന്നെ അതിൻ്റെ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ച്, പിന്നെ കൺട്രോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് കണ്ടിന്യൂഡ് ആയിട്ടുള്ള ഗ്രോത്താണ്. എന്നുവെച്ചാൽ എന്താ, എപ്പോഴും ഇവർ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആണ്. ഓരോരോ രാജ്യങ്ങളിൽ വരുന്നു, അവിടെ വികസിക്കുന്നു, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഓക്കെ, അതാണ് കണ്ടിന്യൂഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ആ രാജ്യങ്ങളിലെ എക്കണോമിക് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എക്കോണമിനെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് ഇത്തരം കമ്പനികൾ വളരെയധികം പരിശ്രമങ്ങൾ നടത്താറുണ്ട്. അതാണ് കണ്ടിന്യൂഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയിൽ റിലയൻസ് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് റിലയൻസ്. ഓക്കെ, ദെൻ അതുപോലെ സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിയാണ് ഇവർ ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? കാരണം ഗ്ലോബൽ കോമ്പറ്റീഷനുള്ള കാരണം, ഗ്ലോബൽ സെൻറ്റേഡ് ആയിട്ടുള്ള വളർച്ചയായ കാരണം ദേ വിൽ ഓൾവേസ് യൂസ് സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി. സോ ഇൻ ഓർഡർ ടു അച്ചീവ് സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് they will always seek assistance from the capital intensive technology. വലിയ മുതൽ മുടക്കുള്ള മെഷീനറികൾ, കോടിക്കണക്കിന് രൂപയുടെ മെഷീനറികളൊക്കെയാണ് ഇത്തരം കമ്പനികൾ ഉപയോഗിക്കുക. സോ their production and marketing strategy is always related with the capital intensive sophisticated technology. ഓക്കെ, പിന്നെ ഇവരുടെ സ്കില്ല്, മൾട്ടിനാഷണൽ കമ്പനീസ് എയിം ടു എംപ്ലോയ് ഓൺലി ബെസ്റ്റ് മാനേജേഴ്സാണ്. ഏറ്റവും മികച്ച റൈറ്റായിട്ടുള്ള പേഴ്സണാണ് ഇവർ നിയമിക്കുക. നോക്കൂ, സുന്ദർ പിച്ചൈ, ഗൂഗിളിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ, കോടിക്കണക്കിന് രൂപയാണ് വാർഷിക വരുമാനം സുന്ദർ പിച്ചൈക്ക്. പിന്നെ ഒരുപാട് US കമ്പനികളുടെ ഹെഡ് ആയിട്ട് ഇന്ത്യക്കാരാണ് ഇരിക്കുന്നത്. നെറ്റെല്ലാം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. സോ MNC always employs right skilled persons, that is best managers. അപ്പോൾ വലിയ എമൗണ്ട് ഓഫ് ഫണ്ടെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, അഡ്വാൻസ്ഡ് ടെക്നോളജി എല്ലാം അതിനെക്കുറിച്ചുള്ള അറിവുള്ള, ഹ്യൂജ് ബിസിനസ് എൻറ്റിറ്റി റൺ ചെയ്യാൻ പറ്റിയ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസെയാണ് അവർ ഹയർ ചെയ്യുന്നത്. ഓക്കെ, so the MNCs will always hire the best managers with the right skill and technically upgrade ആയിട്ടുള്ള വ്യക്തികളെയാണ് ഇവരെന്ത് ചെയ്യാറ്, ജോലിക്കെടുക്കാറ്. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. then അതുപോലെ ഫോഴ്സ്ഫുൾ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡിൽ MNC പ്രത്യേകം പറയണം. they will always use huge amount for advertising purpose and promotional work. ഏറ്റവും കൂടുതൽ പൈസ പ്രൊമോഷണൽ ആൻഡ് അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന സ്ഥാപനങ്ങളാണ് മൾട്ടിനാഷണൽ കമ്പനികൾ. ഇവരുടെ എക്സ്പെൻസിൻ്റെ വലിയൊരു ഭാഗവും ഇതിന് വേണ്ടിയിട്ടാണ്, മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റിനാണ് വേണ്ടി ചിലവഴിക്കുന്നത്. സോ MNCയുടെ സർവൈവൽ സ്ട്രാറ്റജി തന്നെ ഈസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് വിത്ത് ദ ഫോഴ്സ്ഫുൾ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ്. ഓക്കെ, അപ്പോൾ ഹ്യൂജ് എമൗണ്ടാണ് ഇവർ ഇതിനെ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇങ്ങനെയുള്ള MNCകളെല്ലാം വന്നു കഴിഞ്ഞാൽ ഈ സാധാരണ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിപ്പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്, ഇവരുടെ അഡ്വർടൈസിങ് ആണ്. ഏതൊരാളിപ്പോൾ നമ്മുടെ നാട്ടിലിപ്പം ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം കൂണുപോലെയാണ് മുളച്ചു പൊന്തുന്നത്, സൂപ്പർ മാർക്കറ്റിൻ്റെ അഡ്വർടൈസിങ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റുകളെല്ലാം വന്നു കഴിഞ്ഞാൽ ഈ പല ചെറിയ ചെറിയ സ്ഥാപനങ്ങളും അടച്ചു പോകേണ്ടി വരും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് MNCകൾ വിൽക്കുന്നത്. ഓക്കെ, അതാണ് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്. ഇനി MNCൻ്റെ മോഡലാണെന്ന് വെച്ചാൽ MNCകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് സെൻട്രലൈസ്ഡ് മോഡലാണ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു വർക്കിംഗ് സ്ട്രാറ്റജി. സെൻട്രലൈസ്ഡ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം ഹോം കൺട്രി, ഇപ്പോൾ പെപ്സിൻ്റെ ഹെഡ് ക്വാർട്ടർ എല്ലാം USA ആകുന്ന പോലെ സെൻട്രലൈസ്ഡ് മോഡൽ ഓഫ് MNCയിൽ ഹെഡ് ക്വാർട്ടേഴ്സ്
ഓഫ് ദ എൻ്റർപ്രൈസ് വിൽ ബി ഇൻ ദ ഹോം കൺട്രി. അവരുടെ മാതൃരാജ്യത്തായിരിക്കും എന്തുണ്ടായിരിക്കുക, അവരുടെ ഹെഡ് ക്വാർട്ടർ ഉണ്ടായിരിക്കുക. അതുപോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് താരിഫ്, ഇമ്പോർട്ട് ഡ്യൂട്ടി ഇതെല്ലാം വളരെയധികം കുറഞ്ഞുണ്ടായിരിക്കുക ഇവിടെ ഈ സെൻട്രലൈസ്ഡ് മോഡലിൽ. പിന്നെ റീജിയണൽ മോഡലുണ്ട്. റീജിയണൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൺട്രിയിലായിരിക്കും അതിൻ്റെ ഹെഡ് ക്വാർട്ടർ ഉണ്ടായിരിക്കുക. അപ്പം അത് ഹോം കൺട്രി ആവാം അല്ലെങ്കിൽ ഫോറിൻ കൺട്രി ആയിരിക്കാം. പക്ഷേ ഹോം കൺട്രി ആണെന്ന് നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ ഫോറിൻ കൺട്രിയിലും ആയിരിക്കാം. അതാണ് റീജിയണൽ മോഡൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഇവർ സെൻട്രലൈസ്ഡ് മോഡൽ പോലെയല്ല. റീജിയണൽ മോഡലിൽ ഒരുപാട് സബ്സിഡിയറികൾ, സബ്സിഡിയറികളുടെ റിപ്പോർട്ടെല്ലാം ആർക്കാണ് കൊടുക്കുന്നത്? ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൽ റീജിയണൽ മോഡൽ. അപ്പോൾ റീജിയണൽ മോഡലിൽ ഇവരുടെ ഹെഡ് ക്വാർട്ടർ ഒരു രാജ്യത്താണെന്നാണ് പറയുന്നുള്ളൂ. അത് ഹോം കൺട്രി ആവാം, ഫോറിൻ കൺട്രി ആവാം. Under the regional model, the headquarter will be in one country. It may be home country or foreign country. Then all reports are submitted to the headquarters. മനസ്സിലായല്ലോ? ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് റിപ്പോർട്ടുകളെല്ലാം സബ്മിറ്റ് ചെയ്യുക. പിന്നെ മൾട്ടിനാഷണൽ മോഡലുണ്ട്. മൾട്ടിനാഷണൽ മോഡലിൽ എന്താ? പാരൻറ്റ് കമ്പനി ഓപ്പറേറ്റ്സ് ഇൻ ദ ഹോം കൺട്രി. സെൻട്രലൈസ്ഡ് മോഡൽ പോലെ തന്നെയാണ് മൾട്ടിനാഷണൽ. ഹോം കൺട്രിയിലാണ് എന്തുണ്ടായിരിക്കുക? അതിൻ്റെ പാരൻറ്റ് കമ്പനി എന്ന് വെച്ചാൽ സ്ഥാപനത്തിൻ്റെ മെയിനായിട്ടുള്ള സ്ഥാപനം എന്ന് വെച്ചാൽ ഹെഡ് ക്വാർട്ടർ എന്ന് തന്നെ പറയാം, ഹോം കൺട്രിയിലുണ്ടായിരിക്കുക. സബ്സിഡിയറികളെല്ലാം ഡിഫറെൻറ്റ് കൺട്രികളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 മോഡലുണ്ട്: സെൻട്രലൈസ്ഡ് മോഡൽ, റീജിയണൽ മോഡൽ ആൻഡ് മൾട്ടിനാഷണൽ മോഡൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് MNCൻ്റെ അഡ്വാൻറ്റേജുകൾ, ഫീച്ചേഴ്സാണ് പറഞ്ഞത്. നേരത്തെ മോഡൽ പറഞ്ഞു, ഇനി അഡ്വാൻറ്റേജ് നോക്കാം. ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. ഒന്ന് ഹൈലി എഫിഷ്യൻ്റാണ്. MNCകൾ ഹൈലി എഫിഷ്യൻ്റാണ്. കാരണം ഇവർ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞ പരിപാടിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ക്ലാസ്സിൽ പറഞ്ഞു അറിയില്ല. ഇവർ എപ്പോഴും ഒരു പ്രത്യേക ഓഡിയൻസിനെയാണ് അല്ലെങ്കിൽ പ്രത്യേക കസ്റ്റമേഴ്സിനെയാണ് ലക്ഷ്യമിടുന്നത്. അപ്പം ഒന്നുകിൽ വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ടീച്ചേഴ്സ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ കൊടുക്കുന്നില്ല, ഒരു പ്രത്യേക വിഭാഗം. അതുകൊണ്ടാണിത് വളരെ സ്കിൽഡ് അല്ലെങ്കിൽ എഫിഷ്യൻ്റാന്ന് പറയാൻ കാരണം എന്താ? മാർക്കറ്റിനെ ഇവർ പല രീതിയായിട്ട് സെഗ്മെൻറ്റേഷൻ ഓഫ് മാർക്കറ്റാണ്. മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്തിട്ട് പല രീതിയിലുള്ള ആളുകളെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എഫിഷ്യൻ്റായിട്ട് കൊടുക്കാൻ കഴിയും. പിന്നെ ഡെവലപ്മെൻറ്റാണ്. അപ്പം ഡൊമസ്റ്റിക് കമ്പനികളെക്കാൾ മൾട്ടിനാഷണൽ കമ്പനികൾ വികസിക്കാനുള്ള കാരണം ഇവരുടെ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. അപ്പം ലോക്കൽ ലേബർ ഫോഴ്സിന് ശരിയായ രീതിയിലുള്ള ജോലി അവസരങ്ങൾ ഇവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ലോക്കൽ ഗവൺമെൻറ്റുമായിട്ട് വളരെയധികം യോജിച്ചാണ് ഇവരുടെ പോക്ക്. അവരെന്തൊക്കെ പറയുന്നു ആ കാര്യങ്ങളെല്ലാം ചെയ്ത്, അതാണ് ഇവരുടെ ഒരു ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഇവരുടെ വേറൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ എംപ്ലോയ്മെൻറ്റ് അറിയാലോ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ധാരാളമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ MNCകളാണ് ഏറ്റവും കൂടുതൽ ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രോഡക്റ്റുകൾ നാട്ടിലേക്ക് ഇറക്കുന്നത്. ഓക്കെ, അതൊക്കെ MNCൻ്റെ അഡ്വാൻറ്റേജിൽ പെടുന്നു. പിന്നെ ഇതിന് പുറമെ നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജുകൾ എഴുതാൻ പറ്റും. മൾട്ടിനാഷണൽ കമ്പനികൾ എന്ന് പറയുമ്പോൾ സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതുപോലെ മറ്റേ ഹൈ കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഏത് MNCൻ്റെ അഡ്വാൻറ്റേജുകളായിട്ട്. ഓക്കെ, അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികൾ എന്ന് പറയുമ്പോൾ അത്രയും ഒരു പ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ് പരീക്ഷയ്ക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചറിവുകൾ അല്ലെങ്കിൽ നെറ്റിലൊക്കെ തപ്പിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും.
സോ എപ്പോഴും പി ജിയുടെ ലെക്ചറിങ് അങ്ങനെ വലിയ ബേസിക് കാര്യങ്ങളാണ് പറയുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തപ്പിയെടുക്കണം. അപ്പോൾ പി ജി സ്റ്റുഡൻസ് എപ്പോഴും എന്ന് വെച്ചാൽ പറയില്ലേ, ക്വസ്റ്റ് ഫോർ എന്താ ഇൻഫർമേഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഹൈലി ഇൻറ്റൻസീവ് ആയിരിക്കണം, നിങ്ങൾ എപ്പോഴും ഇൻഫർമേഷൻ തേടിക്കൊണ്ടേയിരിക്കണം, എങ്കിലാണ് നല്ല മാർക്കൊക്കെ കിട്ടുള്ളൂ. മൾട്ടിനാഷണൽ കമ്പനികൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും, അതിൻ്റെ പ്രത്യേകതകൾ, പിന്നെ അഡ്വാൻറ്റേജ്. ഇനി ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട് കേട്ടോ. മൾട്ടിനാഷണൽ കമ്പനികളുടെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് കമ്പനികൾക്ക് കേടാണ്, മനസ്സിലായല്ലോ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു, അതുപോലെ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, പിന്നെ ഈ മറ്റേ യാതൊരു തരത്തിലുള്ള അതായത് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റികളില്ലാത്ത MNCകളെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഇങ്ങനെ ട്രേഡ് വാറിനൊക്കെ MNCകൾ ചിലപ്പം കാരണമാകുന്നുണ്ട്. ട്രേഡ് വാർ മനസ്സിലായല്ലോ. ഏതെങ്കിലും MNCക്ക് ഒരു രാജ്യത്തേക്ക് പ്രവേശനമൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ ആ MNCയുടെ ഹോം കൺട്രി, ഇപ്പോൾ USA ഒരു കമ്പനി ഇന്ത്യയിലേക്ക് പ്രവർത്തിക്കാൻ വരുന്ന സമയത്ത് ഇന്ത്യ ഗവൺമെൻറ് അതിന് എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയാണ്, ഇന്ത്യ USA ബന്ധം പോലും മോശമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ MNCകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഡിസഡ്വാൻറ്റേജിൽ ഒരുപാട് എഴുതാനുണ്ട്. ഇപ്പം ഒരു കോയിന് രണ്ട് വശമുള്ള പോലെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുകളുണ്ട് MNCകൾക്ക്. കാര്യങ്ങൾ വ്യക്തമായി കരുതുന്നു. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ PG സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് വാട്സപ്പ് വഴി എന്നോട് ചോദിക്കാവുന്നതാണ്, മനസ്സിലായല്ലോ. കോഓപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ടീച്ചിങ് ആണ് നമ്മുടെ PGയിൽ ഉണ്ടായിരിക്കുക. എപ്പോഴും നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം, മറുപടി നമ്മളിങ്ങനെ തന്നുകൊണ്ടിരിക്കുക. അപ്പം അത് ഇങ്ങനെ വാട്സപ്പ് വഴി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.